ഫിഷറീസ് ഓഫീസർ എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുവാണ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ്, സീവേജ്, ഫീഡ് കൾച്ചർ, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ട്രഡീഷണൽ സിസ്റ്റം കമ്പൈൻസ് അക്വാകൾച്ചർ വിത്ത് ക്രോപ്സ് ആൻഡ് ലൈവ് സ്റ്റോക്ക് സോ ദാറ്റ് വേസ്റ്റ് ഫ്രം വൺ ബിക്കംസ് ഇൻപുട്ട് ഫോർ അനദർ? അതെന്താണ് ഉത്തരം വരിക? ഇൻ്റഗ്രേറ്റഡ് ഫിഷ് ഫാമിംഗ് ആണ്. അതായത് നമ്മൾ ഈ മൂന്നെണ്ണം, അതായത് ലൈവ് സ്റ്റോക്കും ക്രോപ്പ് കൾട്ടിവേഷനും അക്വാകൾച്ചർ, ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ മൂന്നിൽ നിന്ന് വരുന്ന വേസ്റ്റ് മറ്റൊന്നിലേക്ക് ഉള്ള ഒരു പ്രോഡക്റ്റായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് മൂന്ന് ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഫാമിങ്ങിനെയാണ് ഇൻ്റഗ്രേറ്റഡ് ഫിഷ് ഫാമിംഗ് എന്ന് പറയുന്നത്. ദ ഫേമസ് വെറ്റ്ലാൻഡ് റീജിയൻ ഇൻ ഇന്ത്യ ഹോസ്റ്റ് ദ ലാർജസ്റ്റ് സീവേജ് ഫെഡ് ഫിഷ് കൾച്ചർ സിസ്റ്റം ഇൻ ദി വേൾഡ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് വെറ്റ്ലാൻഡ് റീജിയൻ ആണ് വിച്ച് സെർവ് as ദ ലാർജസ്റ്റ് സീവേജ് ഫെഡ് ഫിഷ് കൾച്ചർ സിസ്റ്റം. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് കൊൽക്കത്ത വെറ്റ്ലാൻഡ്സ് ആണ്. വാട്ട് ഡസ് എ ഹൈ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് വാല്യൂ ഇൻ റോ സീവേജ് ഇൻഡിക്കേറ്റ്സ്? റോ സീവേജിലെ ഹൈ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഹൈ പൊല്യൂഷനെയാണ്, ഹൈ ഓർഗാനിക് പൊല്യൂഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇൻ എ ഡെട്രീറ്റസ് ഫുഡ് ചെയിൻ വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി? അപ്പോൾ ഒരു ഡെട്രീറ്റസ് ഫുഡ് ചെയിനിൽ എന്താണ് പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് ചോദിച്ചാൽ ഡെഡ് ഓർഗാനിക് മാറ്റർ ആണ്. എന്താണ്? ഡെഡ് ഓർഗാനിക് മാറ്റർ ആണ്. വാട്ട് ബയോളജിക്കൽ ഓർഗാനിസം ആക്ട് ആസ് ദ പ്രൈമറി ഡീകമ്പോസർ ഇൻ പോണ്ട് എക്കോസിസ്റ്റം എന്ന് ചോദിച്ചാൽ ബാക്ടീരിയയാണ്. വാട്ട് ട്രഡീഷണൽ പാഡി കം ഫിഷ് കൾച്ചർ സിസ്റ്റം ഈസ് പ്രാക്ടീസ്ഡ് ഇൻ വാട്ടർ ലോക്ഡ് കോസ്റ്റൽ സലൈൻ സോയിൽസ് ഓഫ് കേരള എന്ന് ചോദിച്ചാൽ പൊക്കാളി ഫാമിംഗ് ആണ്. പൊക്കാളി ഫാമിംഗ്. വാട്ട് ഫ്ലോട്ടിംഗ് അക്വാകൾച്ചർ വീഡ് ഈസ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഇൻ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പോൺസ് ടു അബ്സോർബ് ഹെവി മെറ്റൽസ് ആൻഡ് എക്സസ് ന്യൂട്രിയൻസ്? നോക്കിയേ, ഹെവി മെറ്റൽസിനെ എക്സസ് ന്യൂട്രിയൻസിനെ എന്താണ് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പോൺസിൽ ഉപയോഗിക്കുന്ന അക്വാട്ടിക് വീഡ് ചോദിച്ചാൽ വാട്ടർ ഹയാസിൻത് അല്ലെങ്കിൽ ഐക്കോണിയ ക്രാസിപ്പസ് ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ബെന്തിക് ആൽഗെ pasture composed of algae, bacteria and detritus is called cultivated at the bottom of the brackish water milk fish ponds? It is called a lab. So what is the name of the benthic algal pasture composed of algae, bacteria and detritus cultivated at the bottom of the brackish water milk fish pond is called a lab. What is the term for an ecosystem based farming approach where the waste from a fed species like fish is utilized as input by inorganic extractive species like seaweeds? So what is the term for an ecosystem based farming approach where waste from a fed species like fish is utilized as input by inorganic extractive species like seaweeds? Okay, അതായത് ഫിഷിനെ വളർത്തുന്നതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് ഇല്ലേ, ആ വേസ്റ്റിനെ ഇനോർഗാനിക് എക്സ്ട്രാക്റ്റീവ് സ്പീഷീസുകളായിട്ടുള്ള സീവീഡ്സ് പോലെയുള്ളതിൻ്റെ വളർത്തലിന് ഉപയോഗിക്കുന്നതിന് പറയുന്ന പേര് ഇൻ്റഗ്രേറ്റഡ് മൾട്ടി ട്രോഫിക് അക്വാകൾച്ചർ എന്നാണ്. വാട്ട് ഓർഗാനിക് ഫെർട്ടിലൈസർ ഈസ് മോസ്റ്റ് കോമൺലി അപ്ലൈഡ് ടു നഴ്സറി പോൺസ് ടു സ്റ്റിമുലേറ്റ് നാച്ചുറൽ സൂപ്ലാങ്ക്ടൺ ബ്ലൂംസ്? അതായത് ഈ നഴ്സറി പോണ്ടിലൊക്കെ സൂപ്ലാങ്ക്ടൻ്റെ പെട്ടെന്ന് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓർഗാനിക് ഫെർട്ടിലൈസർ ചോദിച്ചാൽ കൗഡങ് ആണ്. അടുത്ത റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ക്ലൈമറ്റ് സ്മാർട്ട് അക്വാകൾച്ചർ ആൻഡ് ബയോ ഫെർട്ടിലൈസേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് ഈ ഓരോ ടോപ്പിക്കും നമ്മൾ സമയം ഉണ്ടെങ്കിൽ പിന്നെയും ഡിസ്കസ് ചെയ്യും, അതിലുള്ള പുതിയ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് ലാസ്റ്റ് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കുന്നവർക്ക് ഒരു സമാധാനത്തിൽ നോക്കിക്കൊണ്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. What carbon to nitrogen ratio manipulation technology creates microbial flocs that serve as both a water purifier and fish feed? അപ്പോൾ ഏത് കാർബൺ ടു നൈട്രജൻ റേഷ്യോ മാനിപ്പുലേഷൻ ടെക്നോളജിയാണ് വാട്ടർ പ്യൂരിഫയർ ആയിട്ടും ഫിഷ് ഫീഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൈക്രോബിയൽ ഫ്ലോക്സിനെ ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ബയോഫ്ലോക്ക് ടെക്നോളജിയാണ്. എന്താണ്? ബയോഫ്ലോക്ക് ടെക്നോളജിയാണ്. അടുത്ത ചോദ്യം, വാട്ട് system combines recirculating aquaculture with hydroponic vegetable production in a single recirculating loop എന്ന് ചോദിച്ചാൽ aquaponics ആണ്. What is the ideal carbon to nitrogen ratio recommended to maintain a stable biofloc system ചോദിച്ചാൽ 15:1 തൊട്ട് 20:1 വരെയാണ്. സോ തൊട്ട് മുന്നേ വായിച്ച ചോദ്യം ഒന്നുകൂടെ നോക്കാം. വാട്ട് സിസ്റ്റം കമ്പൈൻസ് റീസർക്കുലേറ്റിംഗ് aquaculture with hydroponic vegetable production in a single recirculating loop?
ഏതാണ് ഉത്തരം വരിക? അക്വാപോണിക്സ് ആണ്. വാട്ട് കാർബൺ സോഴ്സ് ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആഡഡ് ബൈ ഫാമേഴ്സ് ടു പോണ്ട്സ് ടു ബൂസ്റ്റ് ദ കാർബൺ നൈട്രജൻ റേഷ്യോ ഇൻ ബയോഫ്ലോക് സിസ്റ്റം? ആൻസർ വരിക മൊലാസസ് ആണ്. വാട്ട് കാർബൺ സോഴ്സ് ഈസ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ആഡഡ് ബൈ ഫാമേഴ്സ് to pond to boost carbon nitrogen ratio in biofloc system? എന്താണ്? molasses ആണ്. What term describe aquaculture practice that sustainably increase productivity, enhance resilience to climate change and reduce emissions? ആൻസർ വരിക climate smart aquaculture ആണ്. climate smart aquaculture. Which free living nitrogen fixing blue green algae is used as an effective biofertilizer in freshwater ponds എന്ന് ചോദിച്ചാൽ അനാബിനെയാണ്. What eco-friendly tool uses living plants to clean up and extract toxins or excess nutrients from aquaculture effluents എന്ന് ചോദിച്ചാൽ phytoremediation ആണ്. What specialized mineral is added to aquaculture media explicitly to bind toxic ammonia and reduce odor എന്ന് ചോദിച്ചാൽ സിയോലൈറ്റ് ആണ്. ഏത് സ്പെഷ്യലൈസ്ഡ് മിനറലാണ് അക്വാകൾച്ചർ മീഡിയയിലേക്ക് ആഡ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ട്? ടോക്സിക് അമോണിയമായിട്ട് ബൈൻഡ് ചെയ്യാനും അതിൻ്റെ ഒരു സ്മെല്ല് റെഡ്യൂസ് ചെയ്യാനും. ഏതാണ്? സിയോലൈറ്റ് ആണ്. What acronym represents the all male genetically selected line of tilapia widely used to prevent uncontrolled population pond reproduction? ശ്രദ്ധിച്ചേ, ഏത് അക്രോണിമാണ് എല്ലാ മെയിൽ ജെനറ്റിക്കലി സെലക്റ്റഡ് ലൈൻ ഓഫ് തിലാപ്പിയയും റെപ്രസെൻ്റ് ചെയ്യുന്നത്? വിച്ച് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് അൺകൺട്രോൾഡ് പോണ്ട് റീപ്രൊഡക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ. ജെനറ്റിക്കലി ഇംപ്രൂവ്ഡ് ഫാംഡ് തിലാപ്പിയ ഗിഫ്റ്റ് നമ്മൾ വേറെയും കേട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഗിഫ്റ്റാണ് ശരിക്കും genetically improved farmed tilapia, which is an acronym that represents all male genetically selected line of tilapia widely used to prevent uncontrolled pond reproduction. Which hormone is mixed into feeds to achieve complete sex reversal of female tilapia population into all males? ആൻസർ വരിക 17 ആൽഫ മീഥൈൽ ടെസ്റ്റോസ്റ്റിറോൺ. എന്താണ്? 17 ആൽഫ മീഥൈൽ ടെസ്റ്റോസ്റ്റിറോൺ. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിലായിട്ട് നോക്കാം.